നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. KPCC പ്രസിഡന്റ് കെ സുധാകരനെതിരെ കൂടോത്രം നടത്തിയെന്ന ആരോപണം. KPCC പ്രസിഡന്റ് കെ സുധാകരനെ അപായപ്പെടുത്താൻ കൂടോത്രം നടത്തിയെന്നാണ് ഇപ്പോൾ ആരോപണം ഉന്നയിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ കണ്ണൂരിലെ വസതിയിൽ നിന്ന് നിരവധി വസ്തുക്കൾ ഇത്തരത്തിലുള്ള കൂടോത്രം നടത്തപ്പെട്ടു എന്ന് വിചാരിക്കത്തക്ക രീതിയിലുള്ള ചില വസ്തുക്കൾ കണ്ടെടുത്തിരിക്കുകയാണ്. രൂപവും തകിടുകളും കണ്ടെത്തിയത് പോലീസ് സുരക്ഷയുള്ള വീടിന്റെ കന്നിമൂലയിൽ നിന്നാണ്. വസ്തുക്കൾ പുറത്തെടുത്തത് കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താന്റെ സാന്നിധ്യത്തിലാണ്. കെ സുധാകരന്റെ കണ്ണൂരിലെ വസതിയിൽ നിന്നുള്ള നിർണായക വീഡിയോ, ദൃശ്യം മാത്രമല്ല ശബ്ദ സംഭാഷണം അടക്കം പുറത്തു വന്നിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. സംഭവത്തിന് പിന്നാലെ ശാരീരിക അസ്വസ്ഥതകൾ നേരിട്ടുവെന്നും ഉയിര് പോകാതിരുന്നത് ഭാഗ്യമെന്നുള്ള അദ്ദേഹത്തിന്റെ ശബ്ദ സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ദിരാഭവനിലെ KPCC അധ്യക്ഷന്റെ ഇരിപ്പിടത്തിനടിയിലും പേട്ടയിലെ മുൻ താമസ സ്ഥലത്തിനും പുറമെ ഡൽഹിയിലെ നർമ്മദ ഫ്ളാറ്റിൽ നിന്നും തകിടുകൾ കണ്ടെടുത്തുവെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. പുറത്തു വന്നിരിക്കുന്ന ശബ്ദ സംഭാഷണത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്. മന്ത്രവാദി പറയുന്നത് ഇപ്രകാരമാണ്: കാലിന്റെ ആകൃതിയിലുള്ള മാതൃക കിട്ടിയെന്ന്. അപ്പോൾ കെ സുധാകരൻ പറയുന്നു കാലുകൾക്ക് ബലക്കുറവുണ്ടെന്ന്. അപ്പോൾ മന്ത്രവാദി പറയുന്നു വീടിന്റെ ആകൃതിയും വരച്ചു വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ മന്ത്രവാദിയുടെ മറുപടി: ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഒതുക്കാൻ പറ്റുന്നതെല്ലാം ഒതുക്കിയെന്ന്. കെ സുധാകരൻ അപ്പോൾ എന്നിട്ടും ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് അത്ഭുതം തന്നെ, ഭസ്മമായാൽ തീർന്നേനെ, അതുകൊണ്ടാണ് റിസ്ക് എടുത്തതെന്ന് മറുപടി പറയുന്നു. അപ്പോൾ മന്ത്രവാദി ക്യാമറ സൂം ചെയ്താൽ തകിടിലുള്ള എഴുത്തുക്കൾ വായിക്കാൻ പറ്റുമെന്നും തലയുടെ ആകൃതിയിലുള്ള തകിട് കണ്ടെത്തിയെന്നും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു ശബ്ദ സംഭാഷണ ശകലങ്ങളുമൊക്കെ പുറത്തു വന്നിരിക്കുകയാണ്. എന്തായാലും നിർണായകമായ ചില വിവരങ്ങൾ തന്നെയാണ് ഇങ്ങനെ വരുന്നത്, പുറത്തേക്ക് വരുന്നത്. കൂടോത്രം നടത്തി, കെ സുധാകരനെതിരെ കൂടോത്രം നടത്തി എന്നതടക്കമുള്ള അതിപ്രധാനമായ വിവരമാണ് പുറത്തു വരുന്നത്. അതേസമയം മറ്റു വാർത്തകൾ നോക്കാം. SFI ക്രിമിനലുകളെ നിലയ്ക്ക് നിർത്താൻ CPM തയ്യാറാകണമെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ MP. കാര്യവട്ടം ക്യാമ്പസിലെ ഇടിമുറിയിലിട്ട് KSU ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും വിദ്യാർത്ഥിയുമായ സഞ്ജോസിനെ ക്രൂരമായിട്ടാണ് ക്രിമിനലുകളായ കുട്ടി സഖാക്കൾ മർദ്ദിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രതിഷേധ സ്ഥലത്തെത്തിയ M. വിൻസെന്റ് MLAയും SFIക്കാർ കയ്യേറ്റം ചെയ്തുവെന്നും ഈ സമയത്തെല്ലാം പോലീസുകാർ വെറും കാഴ്ചക്കാരായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. KSU പ്രവർത്തകനെ മർദ്ദിച്ച SFIക്കാർക്കെതിരെ കേസെടുക്കാത്തതിനെ തുടർന്നാണ് MLAമാരായ M. വിൻസെന്റ്, ചാണ്ടിയൂമൻ എന്നിവർ കുട്ടികളോടൊപ്പം പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചത്. അത് ജനപ്രതിനിധികളുടെ കടമ കൂടിയാണ്. അതുകൊണ്ട് മാത്രമാണ് അക്രമം നടത്തിയ SFI പ്രവർത്തകർക്കെതിരെ പേരിനെങ്കിലും കേസെടുക്കാൻ പോലീസ് നിർബന്ധിതരായത്. അതിന്റെ പ്രതികാരമാണ് UDF MLAമാർക്കെതിരെയുള്ള പോലീസിന്റെ കള്ളക്കേസെന്നും അദ്ദേഹം ആരോപിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.